Hello dear students, welcome to Manthrood. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് 2023 ജനുവരിയിൽ വന്ന ലീനിയർ ആൾജിബ്ര ടോപ്പിക്കിൽ നിന്നുള്ള കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A equal to 3x minus 1, 2x plus 3, x plus 2 is symmetric matrix if x equal to 2, x equal to minus 2, x equal to 4, x equal to minus 1. Okay. ഈ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സ് സിമെട്രിക് ആവണമെങ്കിൽ ഇതിൽ ഏതാണ് കണ്ടീഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഒരു മെട്രിക്സ് സിമെട്രിക് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കണം. ഓക്കെ, ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പറഞ്ഞ കണ്ടീഷന് എന്റെ ട്രാൻസ്പോസും എയും സെയിം ആയിരിക്കണം. ട്രാൻസ്പോസ് എന്ന മീനിങ് നമ്മൾ റോനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്കിതിനെ എ ട്രാൻസ്പോസ് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ എ ട്രാൻസ്പോസ് അല്ലേ? അപ്പൊ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോളത്തിന്റെ റോ ആയിട്ട് എഴുതുക. എന്ന് പറഞ്ഞാൽ നമുക്ക് 3 വരും, പിന്നെ 2x plus 3. ഓക്കെ, അപ്പൊ ഈ കോളം നമ്മൾ റോ ആയിട്ട് എഴുതി. ഈ കോളം x minus 1, പിന്നെ x plus 2. നമ്മൾ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ എഴുതി ഈക്വൽ ടു എ എഴുതണ്ടേ? എ എന്ന് പറഞ്ഞാൽ 3, 2x plus 3, x minus 1, x plus 2. ഓക്കെ, ഇനി നോക്കൂ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് കിട്ടി. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. 3 equal to 3, 2x plus 3 equal to x minus 1, x minus 1 equal to 2x plus 3, x plus 2 equal to x plus 2. ഓക്കെ, ഇവിടെ നമുക്ക് 3 equal to 3 അത് ഓക്കെ ആണ്. x plus 2 equal to x plus 2 അതും ട്രൂ ആണ്. നമുക്ക് ഇവിടെ നോക്കൂ, x minus 1 equal to 2x plus 3, x minus 1 equal to 2x plus 3 അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? നോക്കൂ, x minus 1 equal to 2x plus 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഇത് ഞാൻ എന്ത് ചെയ്തു? 2xനെ ഈ xനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2x minus x ആയി. ഓക്കെ, 2x minus x. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? 3നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. അപ്പൊ -3, ഇത് ഓൾറെഡി -1 ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തായി? ഇത് -4 ആയി. ഓക്കെ, -4 equal to 2x minus x, x എന്ന് പറഞ്ഞാൽ x equal to -4 എന്ന് കിട്ടിയില്ലേ? അപ്പൊ x ന്റെ വാല്യൂ -4 ആയാലാണ് ഈ മെട്രിക്സ് സിമെട്രിക് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ദെൻ എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ്. ഓക്കെ, എ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സീറോ മെട്രിക്സ്, യൂണിറ്റ് മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ്. നിങ്ങൾ ഓർത്തിരിക്കുക, എ മൈനസ് എ ട്രാൻസ്പോസ് എപ്പോഴും എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് മെട്രിക്സ്, ഏത് സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഓർത്തിരിക്കുക, എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, അതേപോലെ നിങ്ങൾ ഓർത്തിരിക്കുക, എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, എ മൈനസ് എ ട്രാൻസ്പോസ് എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? സ്ക്യൂ സിമെട്രിക്. ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാം? എ മൈനസ് എ ട്രാൻസ്പോസിന്റെ നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടു നോക്കാം. എ മൈനസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ്, കാരണം നമ്മൾ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഓക്കെ, സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കണം. ഓക്കെ, സ്ക്യൂ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, നമ്മൾ മെട്രിക്സിന് ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാൽ എ ആണോ മൈനസ് എ ആണോ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ തന്ന മെട്രിക്സ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. ഇതിന്റെ ട്രാൻസ്പോസ് നമ്മൾ എടുത്തു നോക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് മൈനസ് പിന്നെ എ ട്രാൻസ്പോസ് ട്രാൻസ്പോസ്. ഓക്കെ, രണ്ടിനും ഓരോന്നിനും ട്രാൻസ്പോസ് കൊടുക്കുക. ഓക്കെ, നോക്കൂ, എ ട്രാൻസ്പോസ് മൈനസ് മെട്രിക്സിന്റെ ട്രാൻസ്പോസിന് ഒറിജിനൽ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അവിടെ എ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നോക്കൂ, നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്ത് നമുക്ക് കിട്ടി എ ട്രാൻസ്പോസ് മൈനസ് എന്ന് തിരിഞ്ഞിട്ടാണ് വന്നത്. എ മൈനസ് എ ട്രാൻസ്പോസിന്റെ തിരിഞ്ഞിട്ടാണ് വന്നത്. എ ട്രാൻസ്പോസ് മൈനസ് എന്നാണ് കിട്ടിയത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിൾ ആയിട്ട് മൈനസ് ഓഫ്
A transpose minus of A minus A transpose എന്ന് മാറ്റി എഴുതാം. കാരണം എന്താണ് നോക്കൂ, മൈനസ് ഏതാ ഇവിടെ ഉണ്ട്, മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആവും, അപ്പോൾ പ്ലസ് എ ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ എ ട്രാൻസ്പോസ് മൈനസ് അതിനെ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എഴുതി. നോക്കൂ നമുക്ക് ഇതിനെ ഒരു എ ആയിട്ട് എടുക്കാം. ഓക്കെ, എ ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് മൈനസ് ഓഫ് എ എന്നുള്ള മെട്രിക്സ് രൂപത്തിലല്ലേ കിട്ടിയത്. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഇതേ മെട്രിക്സിന്റെ മൈനസാ കിട്ടിയത്. ഓക്കെ, അപ്പൊ നോക്കൂ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ഫോമിലാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ കിട്ടിയാൽ നമ്മുടെ മെട്രിക്സ് എന്ത് മെട്രിക്സ് ആണ്, നമ്മൾ ഇവിടെ കൊടുത്ത മെട്രിക്സ് എന്ത് മെട്രിക്സ് ആണ്, സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്, സ്ക്യൂ സിമെട്രിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു 2x 0 x x, നമുക്കൊരു എ എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 0 -1 2, ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ത് കൊടുത്താലാണ് എന്റെ ഇൻവേഴ്സ് ഈ രൂപത്തിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ മെട്രിക്സിലെ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം നമുക്ക് മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും തന്നാൽ അതിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഏതാണ്, മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഐഡന്റിറ്റി മെട്രിക്സ് നമുക്ക് അറിയാലോ, ഏത് മെട്രിക്സ് നമുക്ക് അറിയാം. അത് നമ്മൾ ആ റൂൾ നമ്മൾ ഇവിടെ നിന്ന് യൂസ് ചെയ്ത് നോക്കാം. നോക്കൂ, എ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം, 2x 0 x x ഇൻറ്റു എ ഇൻവേഴ്സ് എന്താണ് 1 0 -1 2 ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ എന്താണ് 2/2 ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1 ആണ്. ഓക്കെ, നോക്കൂ നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2x × 1 2x, ഓക്കെ, പ്ലസ് 0 × മൈനസ് എന്ന് പറയുമ്പോൾ അത് 0 ആയിപ്പോയി. ഓക്കെ, അതുപോലെ 2x × 0 0 പ്ലസ് 0 × 2 0. ഓക്കെ, അതുപോലെ x × 1 x, x × -1 മൈനസ് x, അതുപോലെ x × 0 0, x × 2 2x. ഓക്കെ, ഈക്വൽ ടു 1 0 0 1. ഓക്കെ, ഇത് നോക്കൂ 2x + 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 2x ആണ്, 0 + 0 0 ആണ്, x - x എന്തായിപ്പോയി 0 ആയിപ്പോയി, 0 + 2x അത് 2x ആണ്, ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള മെട്രിക്സ് 1 0 0 1. ഇപ്പൊ നോക്കൂ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്നല്ലേ. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയി നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. നോക്കൂ ഇവിടെ 2x = 1, അതേപോലെ 0 = 0 0 = 0 2x = 1. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്താണ്, 2x = 1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, x = 1/2. അപ്പൊ എക്സിന്റെ വാല്യൂ 1/2 കൊടുത്താലാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ മെട്രിക്സ് എന്റെ ഇൻവേഴ്സ് ഈ രൂപത്തിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി, x = 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let S be the sphere with center, origin and finite radius are not equal to 0 in R3. ഓക്കെ, അപ്പൊ എന്താണ് S എന്നുള്ള എന്താണ്, ഒരു സ്ഫിയർ ആണ്. ഓക്കെ, നമ്മുടെ ഏതാണ് നമ്മുടെ വെക്ടർ സ്പേസ് R3യിലുള്ള ഒരു സ്ഫിയർ, ഒറിജിൻ സെന്റർ ആയിട്ട്, അതായത് 0 0 0 സെന്റർ ആയിട്ട് R3യിലുള്ള, അതായത് R3 എന്ന് പറയുമ്പോൾ XYZ കോർഡിനേറ്റ്, അതായത് നമ്മുടെ സ്പേസ് ആലോചിക്കുക, ആ സ്പേസിലുള്ള 0 0 0 സെന്റർ ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണ് S. ഓക്കെ, ദി 3-dimensional യൂക്ലിഡിയൻ സ്പേസ് ആണ് എന്ത്, നമ്മുടെ R3 എന്ന് പറഞ്ഞാൽ XYZ കോർഡിനേറ്റ്. Then which of the following statement is true? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. S is an empty set in R3, അതായത് നമ്മുടെ സ്ഫിയർ എന്നുള്ളത് ഒരു empty set ആണ്. S is a subspace of dimension 1 in R3. R3 ഉള്ള ഒരു 1-dimensional subspace ആണ് S. Okay, S is a subspace of dimension 2 in R3. R3 ഉള്ള ഒരു 2-dimensional subspace ആണ് S. None of these. നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ കയ്യിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, x y z. ഓക്കെ, നമുക്കൊന്നുകൂടെ നന്നാക്കി വരയ്ക്കാം അതിനെ. XYZ ആണ് നമ്മുടെ കയ്യിലുള്ള കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ദിസ് ഈസ് x, ദിസ് ഈസ് y, ദിസ് ഈസ് z. നിങ്ങൾ ഓർത്തിരിക്കുക, ഈ R3 ഇതാണ് നമ്മുടെ R3 എന്ന് പറയുമ്പോൾ ഇത് റിയൽ നമ്പർ, ഇത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്, ഇത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് സിമ്പിൾ ആയിട്ട് R ക്രോസ് R ആണ് എന്ത്, R3. അതായത് എക്സും വൈയും സെറ്റ് 3 ആക്സിസും റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയിരിക്കണം, അതാണ് R3. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക,
ഈ R3യുടെ 1 ഡയമെൻഷണൽ സബ്സ്പേസ്, ഓക്കെ, 1 ഡയമെൻഷണൽ സബ്സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഓക്കെ, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ത്? ഇതിന്റെ 1 ഡയമെൻഷൻ സബ്സ്പേസ്. എന്തിനാണ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ വെക്ടർ സ്പേസ് ആണെങ്കിൽ 0 വെക്ടർ അതിൽ വേണം. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിൽ എന്തുണ്ടാവുള്ളൂ? നമുക്ക് 0 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ എടുത്തു. നോക്കൂ, ഈ പോയിന്റിൽ ഇവിടെ എന്തുണ്ട്? 0 എന്നുള്ള പോയിന്റ് ഉണ്ട്. ആ ലൈൻ അവിടെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ എടുത്തു, അവിടെ 0 ഇല്ല. ഓക്കെ, അപ്പോൾ 0 ഉണ്ടാണെങ്കിൽ ഒറിജിനിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ത്? R3യുടെ 1 ഡയമെൻഷൻ സബ്സ്പേസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി, ഇതിന്റെ 2 ഡയമെൻഷണൽ സബ്സ്പേസ് ഏതായിരിക്കും R3യുടെ? അതെന്തായിരിക്കും? അത് പ്ലെയിൻ ആയിരിക്കും. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് x ആക്സിസും വേണം y ആക്സിസും വേണം. അപ്പോൾ പ്ലെയിൻ ആയിരിക്കും. പ്ലെയിൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഓക്കെ, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ എടുക്കുക. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്തു. നോക്കൂ, ഈ പ്ലെയിന് ഇതാ ഈ ഒറിജിനിലെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലെയിൻ എടുത്തു. ആ പ്ലെയിൻ ഒറിജിനിലൂടെ കട്ട് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ ആണെങ്കിൽ ഈ പ്ലെയിൻ എന്തായിരിക്കും? R3യുടെ ഒരു 2 ഡയമെൻഷണൽ സബ്സ്പേസ് ആയിരിക്കും. ഇനി നോക്കൂ, ഞാൻ എന്ത് ചെയ്തു? ഒറിജിൻ സെന്റർ ആയിട്ട് ഒരു 3 ഡയമെൻഷണൽ സ്ഫിയർ എടുത്തു, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എടുത്ത്. ഓക്കെ, ഒറിജിൻ സെന്റർ ആയിട്ട് അല്ലെങ്കിൽ ഒറിജിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ബോക്സ് ഒക്കെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? R3യുടെ 3 ഡയമെൻഷണൽ സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, പക്ഷെ R3യുടെ 3 ഡയമെൻഷണൽ സബ്സ്പേസ് ആണ് S എന്ന് എവിടെയും തന്നിട്ടില്ല. R3യുടെ 1 ഡയമെൻഷൻ ആണ്, 2 ഡയമെൻഷൻ ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. 3 ഡയമെൻഷണൽ ആണെന്ന് എവിടെയും തന്നിട്ടില്ല. R3യുടെ ഒരു empty സെറ്റ് ആണ് S എന്ന് തന്നിട്ടുണ്ട്. അതെന്തായാലും ശരിയല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ഇതിൽ? നൺ ഓഫ് ദീസ്. കാരണം R3യുടെ 3 ഡയമെൻഷണൽ സബ്സ്പേസ് ആണ് എന്ത്? നമ്മുടെ സ്ഫിയർ. ഓക്കെ, 0 0 0നെ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ഫിയർ എന്താണ്? R3യുടെ 3 ഡയമെൻഷണൽ സബ്സ്പേസ് ആണ്. നമ്മുടെ ആൻസറിൽ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. 1 ഡയമെൻഷണൽ സബ്സ്പേസ് ആണെങ്കിൽ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. 2 ഡയമെൻഷണൽ സബ്സ്പേസ് എന്ന് പറയുന്നത് പ്ലെയിൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഓക്കെ, ഇനി നമ്മുടെ R3യുടെ വേറൊരു സബ്സ്പേസ് R3 തന്നെയാണ്. ഓക്കെ, അതേപോലെ സ്പിയർ, ഇപ്പോൾ 0 0 0നെ കണ്ടു ചെയ്യുന്ന സ്പിയർ. ഓക്കെ, അങ്ങനത്തെ ഷേപ്പുകളൊക്കെ എന്തായിരിക്കും? നമ്മുടെ R3യുടെ 3 ഡയമെൻഷണൽ സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ബേസിസ് ഫോർ M22? The vector space of all 2x2 real matrices. Okay, M22 എന്നുള്ളത് എന്താണ്? 2x2 ഓർഡർ ഉള്ള റിയൽ മെട്രിസസിന്റെ കളക്ഷൻ ആണ് എന്ത്? M22 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് M22 എന്താണ് ഉണ്ടായിരിക്കുക? ഓക്കെ, M22 ഓഫ് R ഇതിൽ എന്താണ് ഉണ്ടായിരിക്കുക? ഇതിൽ ഉണ്ടായിരിക്കുക സ്ക്വയർ മെട്രിക്സ് ആണ്. XY Z അല്ലെങ്കിൽ ABC. ഓക്കെ, ABC കൊടുക്കാം, ABCD. ഓക്കെ, ഇത്തരം മെട്രിസസിന്റെ 2x2 ഓർഡർ ഉള്ള മെട്രിസസിന്റെ കളക്ഷൻ ആണ് M22 ഓഫ് R എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ABCD ബിലോങ്സ് ടു R. ഓക്കെ, അപ്പോൾ നമ്മുടെ M22 ഓഫ് R എന്ന് പറയുന്നത് എന്താണ്? 2x2 ഓർഡർ ഉള്ള മെട്രിസസിന്റെ കളക്ഷൻ ആണ്. ABCD എന്താണ്? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. കാരണം എന്താണ്? റിയൽ മെട്രിസസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എലമെന്റ്സ് എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇനി ഇതിന്റെ ബേസിസ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഈ M22Rന്റെ ബേസിസ്? എന്താണ് ബേസിസിന്റെ ഐഡിയ? ബേസിസിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇതാണ് നമ്മുടെ വെക്ടർ സ്പേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ വെക്ടർ സ്പേസ്. ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ആ സബ്സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമ്മുടെ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യണം. സ്പാൻസ് V. ഓക്കെ, വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്ന ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സബ്സെറ്റിനാണ് നമ്മൾ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു പരിപാടി, നമുക്ക് ഈ വെക്ടർ സ്പേസിൽ ഒരു വെക്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് എടുക്കുക. ഇവിടുത്തെ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് ആണല്ലോ. ഞാൻ എന്ത് ചെയ്തു?
എ ബി സി ഡി എടുത്തു. നോക്കൂ, ഞാൻ എ ബി സി ഡിയെ സിമ്പിളായിട്ട് ഞാൻ എഴുതുന്നത് നോക്കിക്കോളൂ നിങ്ങൾ. വളരെ സിമ്പിളായിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. എ ബി സി ഡി ഈക്വൽ ടു എ ഇൻറ്റു 1 0 0 0 പ്ലസ് ബി ഇൻറ്റു 0 1 0 0 പ്ലസ് സി ഇൻറ്റു 0 0 1 0 പ്ലസ് ഡി ഇൻറ്റു 0 0 0 1. ഓക്കെ, ഇത് ട്രൂ അല്ലേ? നിങ്ങൾ നോക്കൂ, എ ഇൻറ്റു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എ പ്ലസ് 0 ഇൻറ്റു ബി 0 ആയിപ്പോയി, സി ഇൻറ്റു 0 0 ആയിപ്പോയി, ഡി ഇൻറ്റു 0 0 ആയിപ്പോയി. അപ്പം നമുക്ക് ഫസ്റ്റ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആരാ കിട്ടുക? എ ഇൻറ്റു 1 മാത്രമേ കിട്ടുള്ളൂ. അത് ഇവിടെ ഉണ്ട് എ. ഓക്കെ, ഇത് നോക്കൂ, എ ഇൻറ്റു 0 ഇത് 0 ആയിപ്പോയി, ബി ഇൻറ്റു 1 ബി ആണ്, ഇത് 0 ആയിപ്പോയി, ഇത് 0 ആയിപ്പോയി. നോക്കൂ, ബി ഇൻറ്റു 1 ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ എലമെന്റ്. ഈ എലമെന്റ് നോക്കൂ, എ ഇൻറ്റു 0 0 ആയിപ്പോയി, ബി ഇൻറ്റു 0 0 ആയിപ്പോയി, സി ഇൻറ്റു 1 സി ആണ്, ഡി ഇൻറ്റു 0 0 ആയിപ്പോയി. അപ്പൊ സി ഇൻറ്റു 1 എന്നുള്ള എലമെന്റ് സി ഇവിടെ ഉണ്ട്. ഇതേപോലെ ഡീനെ നമുക്ക് എഴുതാം. അപ്പൊ നോക്കൂ, അപ്പൊ നമുക്ക് ഈ വെക്ടർ സ്പേസിലുള്ള ഒരു വെക്ടറിനെ ഈ 4 വെക്ടറിന്റെ, അതായത് ഈ 4 മെട്രിക്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അതാണ് സ്പാൻ ചെയ്യാന്നാണ് മീനിങ്. അപ്പൊ നമുക്ക് ഈ വെക്ടർ സ്പേസിലുള്ള ഏതൊരു വെക്ടറിനെയും ഈ 4 വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ, അപ്പൊ നമുക്ക് എന്ത് പറയാം സിമ്പിൾ ആയിട്ട്? ഈ 4 വെക്ടേഴ്സ് എന്താണ്? അതായത് 1 0 0 0 0 1 0 0 അതുപോലെ 0 0 1 0 0 0 0 1 എന്നുള്ള ഈ 4 മെട്രിക്സ് എന്താണ്? ഇതൊരു ബേസിസ് ആണെന്ന് പറയാം. ആരുടെ? നമ്മുടെ വെക്ടർ സ്പേസിന്റെ. ഓക്കെ, അതായത് നമ്മൾ ഈ വെക്ടർ സ്പേസിന്റെ ഒരു ബേസിസ് ആണ് ഏത്? ഈ 4 വെക്ടേഴ്സ്. ഓക്കെ, ഇനി നോക്കൂ, ഇതേപോലുള്ള ഒരു വെക്ടർ അതിലുണ്ടോ നോക്കാം. നോക്കൂ, നമുക്ക് ഈ ബി ഓപ്ഷൻ നോക്കാം. ബി ഓപ്ഷനിൽ ഇവിടെ 1, നമുക്കിവിടെ 1 എന്നുള്ള എലമെന്റ് വേണമെന്നില്ല. ഇവിടെ 2 ആവാം, 3 ആവാം, 4 ആവാം, അതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, പൊസിഷൻ ആണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് പൊസിഷനിലുണ്ട്, ഇവിടെ ബാക്കി എല്ലാ പൊസിഷനും 0 ആണ്. ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ 1 ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പ്രശ്നം ഉള്ളത്, ഇവിടെയും സെക്കൻഡ് പൊസിഷനിൽ എലമെന്റ് ഉണ്ട്, ഇവിടെയും സെക്കൻഡ് പൊസിഷനിൽ എലമെന്റ് ഉണ്ട്. അത് പറ്റില്ല. അപ്പൊ അതെന്തല്ല? ഇത് ബേസിസ് അല്ല. നോക്കൂ, ഇവിടെ ഫസ്റ്റ് പൊസിഷനിലുണ്ട്, ഇവിടെയും ഫസ്റ്റ് പൊസിഷനിലുണ്ട്. ഒരേപോലെ 2 ഫസ്റ്റ് പൊസിഷനിലെ എലമെന്റ്സ് വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് ബേസിസ് അല്ല. ഇതുപോലെ ഇവിടെ ഫസ്റ്റ് പൊസിഷന് പിന്നല്ല, സെക്കൻഡ് പൊസിഷൻ നോക്കൂ, സെക്കൻഡ് പൊസിഷൻ പ്രശ്നമില്ല. തേർഡ് പൊസിഷനിൽ നോക്കുക. ഓക്കെ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 2 തവണ വന്നിട്ടുണ്ട്, 2 സ്ഥലത്ത് എലമെന്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നല്ല ബേസിസ് അല്ല. ഇനി ഇത് നോക്കൂ, ഈ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ പൊസിഷനിലും 0 ആണ്. ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ 1 ഉണ്ട്, ബാക്കി എല്ലാ സെക്കൻഡ് പൊസിഷനും 0 ആണ്. ഇവിടെ ഈ പൊസിഷനിൽ ഒരു എലമെന്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ എലമെന്റ് ഉണ്ട്, ഇവിടെയൊക്കെ 0 ആണ്. അതുപോലെ ഫോർത്ത് പൊസിഷനിൽ ഇവിടെ 0 0 0 ഒരു എലമെന്റ് ഉണ്ട്. നമുക്ക് എന്ത് പറയാം ഉറപ്പിച്ച് ധൈര്യമായിട്ട്? ഇതൊരു ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഈ 3 ഉള്ള സ്ഥലത്ത് നിങ്ങൾ 1 ആക്കിയാലും അത് തന്നെയാണ്, ഒരു ബേസിസ് ആണ്. 3 ഉള്ളത് 4 ആക്കിയാലും ഒരു ബേസിസ് ആണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇത്തരം വെക്ടേഴ്സ് ആണ് എന്ത്? നമ്മുടെ M2 of Rന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇത്രയും ഈ കളക്ഷൻ, ഇതാണ് നമ്മുടെ M2 of Rന്റെ ബേസിസ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു മാട്രിക്സിന്റെ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, നമ്മുടെ M2 of Rനെ സ്പാൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് A is an invertible linear transformation and alpha non-zero, then alpha A all inverse is equal to. ഓക്കെ, അപ്പൊ A എന്നുള്ളത് എന്താണ്? ഒരു ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ A എന്നുള്ളത് എന്താണ്? ഒരു V എന്നുള്ള വെക്ടർ സ്പേസിന് W എന്നുള്ള വെക്ടർ സ്പേസിലേക്കുള്ള ഒരു ഇൻവേർട്ടിബിൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ മീനിങ് എന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ ഇൻവേഴ്സ് എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും? എ ഇൻവേഴ്സ് W എന്ന് വിയിലേക്കായിരിക്കും. നമുക്കറിയാം W എന്ന് വിയിലേക്കായിരിക്കും. ഓക്കെ, ഇത് നോക്കൂ, അങ്ങനെയാണെങ്കിൽ ആൽഫ എ ഹോൾ ഇൻവേഴ്സിന്റെ ആൽഫ എ ഹോൾ ഇൻവേഴ്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ
ഒരു ഈ എ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഒരു എ എന്നുള്ള ആൽഫ എന്നുള്ള ഒരു നോൺ സീറോ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആൽഫ എന്നുള്ള ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഒരു നോൺ സീറോ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അതിനൊന്ന് എഴുതി നോക്കാം. അപ്പൊ ആൽഫ എ ഓൾ ഇൻവേഴ്സ്, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ആൽഫ ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഓക്കെ, നോക്കൂ, ആൽഫ എന്നുള്ളത് ഒരു നോൺ സീറോ വെക്ടർ ആണ്. ഓക്കെ, നമ്മുടെ വെക്ടർ സ്പേസിൽ ഒരു നോൺ സീറോ വെക്ടർ ആണ് ആൽഫ. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, 1 ആൽഫ ആയിരിക്കും. അപ്പൊ 1 ആൽഫ ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ, എ ഇൻവേഴ്സ് എന്താ നമുക്കറിയില്ല, അത് ഇൻവേർട്ടിബിൾ ആണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആൽഫ എ ഓൾ ഇൻവേഴ്സ് എന്തായിരിക്കും? 1 ആൽഫ ഇൻറ്റു എ ഇൻവേഴ്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let x and y be linear spaces and a from x to y be a linear operator. Okay, x ഉം y എന്താണ്? ലീനിയർ സ്പേസസ് ആണെന്ന് പറഞ്ഞാൽ വെക്ടർ സ്പേസസ് ആണ്. a എന്നുള്ളത് x നിന്ന് y ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, ഇവിടെ ലീനിയർ ഓപ്പറേറ്റർ എന്ന് വേണമെന്നില്ല. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ x നിന്ന് x ലേക്ക് അല്ലെങ്കിൽ y നിന്ന് y ലേക്ക്, അതായത് സെയിം സ്പേസിൽ നിന്ന് സെയിം സ്പേസിലേക്കാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയും. ഇവിടെ x ഉം y ഡിഫറെന്റ് ആണ്, സെയിം ആയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയണമെന്നില്ല, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എ എന്നുള്ളത് എക്സ് എന്ന് y ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ then rank of a plus nullity of a is equal to. ഓക്കെ, എന്റെ റാങ്കും എന്റെ നള്ളിറ്റിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. ഡയമെൻഷൻ ഓഫ് എക്സ്, ഡയമെൻഷൻ ഓഫ് വൈ, ഡയമെൻഷൻ ഓഫ് എക്സ് പ്ലസ് ഡയമെൻഷൻ ഓഫ് വൈ, നൺ ഓഫ് ദീസ്. നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ഒരു തിയറത്തിന് നമ്മൾ പറയുന്ന പേരാണ് റാങ്ക് നള്ളിറ്റി തിയറം. ഓക്കെ, റാങ്ക് നള്ളിറ്റി തിയറം. ഇനി എന്താണ് റാങ്ക് നള്ളിറ്റി തിയറം നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, നമ്മുടെ കയ്യിലൊരു വെക്ടർ സ്പേസ് വി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സും വൈ ആണ്. അപ്പോൾ നമുക്ക് എക്സും വൈയും തന്നെ എടുക്കാം. നമ്മുടെ കയ്യിലൊരു വെക്ടർ സ്പേസ് എക്സ് ഉണ്ട്, ഒരു വെക്ടർ സ്പേസ് മറ്റൊരു വെക്ടർ സ്പേസ് വൈ ഉണ്ട്. ഓക്കെ, എക്സ് നിന്ന് വൈയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എ. ഓക്കെ, എക്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഫൈനൈറ്റ് ആണ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് എക്സ് എന്താണ്? ഫൈനൈറ്റ് ആണ്. വൈന്റെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് ആവാം. ഓക്കെ, നമ്മുടെ കയ്യിൽ രണ്ട് സ്പേസ് ഉണ്ട്, എക്സ് ഉണ്ട് വൈ ഉണ്ട്. എക്സ് നിന്ന് വൈയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എ. ഈ എക്സ് എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണ്. വൈൻ്റെത് ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റാങ്ക് നള്ളിറ്റി തിയറം പറയുന്നതാണ് എന്റെ റാങ്കും, ഓക്കെ, റാങ്ക് ഓഫ് എ പ്ലസ് എന്റെ നള്ളിറ്റി ഓഫ് എ. ഓക്കെ, എന്റെ നള്ളിറ്റിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഡയമെൻഷൻ ഓഫ് എക്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എക്സിന്റെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു നമ്പർ കിട്ടണം, എക്സിന്റെ ഡയമെൻഷൻ ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എക്സിന്റെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണെന്നുള്ള കണ്ടീഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റാങ്ക് നള്ളിറ്റി തിയറം പറയുന്നത്. ഓക്കെ, എന്റെ റാങ്കും എന്റെ നള്ളിറ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡൊമൈൻ സ്പേസിന്റെ, അതായത് എക്സ് എന്നുള്ള സ്പേസിന്റെ ഡയമെൻഷൻ കിട്ടും, ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഡയമെൻഷൻ ഓഫ് എക്സ്. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇഫ് ലാംഡ ഡിനോട്ട്സ് ദി ഐഗൺ വാല്യൂസ് ഓഫ് ദി മാട്രിക്സ് then one of the values of lambda is. നമുക്ക് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഐഗൺ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു ലാംഡ ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സിന്റെ ഒരു ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കറിയാം ഒരു മാട്രിക്സിന്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? നമ്മൾ ഈ മാട്രിക്സിന് എ എന്ന നെയിം കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ്, ലാംഡ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഗൺ വാല്യൂസ്. ഇതേപോലെ നമുക്ക് എന്ത് എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0. ഇത് രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ്, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. ആ ഇക്വേഷനിൽ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ലാംഡ വാല്യൂസ് കിട്ടും. ഇതിപ്പോ 3x3 മാട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് 3 ലാംഡ വാല്യൂസ് കിട്ടും. ആ ലാംഡ വാല്യൂസ് ആണ് എന്ത്? ഐഗൺ വാല്യൂസ്. ഇത് നോക്കൂ, 3x3 മാട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഇത് സോൾവ് ചെയ്താൽ മതി. പക്ഷെ അതിനും ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്, നിങ്ങൾ ഓർത്തിരിക്കുക. x³ മൈനസ്, ഓക്കെ,
trace of a into x, okay, plus m11 plus m22 plus m33 into x minus determinant of a equal to 0. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രൂപത്തിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. അതായത് ഒരു എക്സ് ക്യൂബ് ഉള്ള ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. കാരണം മാട്രിക്സിന്റെ ഓർഡർ 3/3 ആണ്. ഇനി നോക്കൂ, നമ്മൾ ഈ ഇക്വേഷന് പകരം ഇത് യൂസ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. എക്സ് ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേസ് എന്ന് പറയുന്നത്. മീനിങ് ഈ എലമെന്റ്സിന്റെ സമ്മാണ് ട്രേസ്. ഓക്കെ, ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് m11 എന്ന് പറഞ്ഞാൽ മീനിങ് ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ, അതേപോലെ m22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റിന്റെ മൈനർ, m33 തേർഡ് റോയിലെ തേർഡ് എലമെന്റിന്റെ മൈനർ, തേർഡ് കോളത്തിലെ എലമെന്റിന്റെ മൈനർ ഇൻറ്റു എക്സ് മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് ട്രേസ് കണ്ടുപിടിക്കണം, ഈ 3 വാല്യൂസ് കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ആയി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ ലാംഡ സോൾവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം എ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ 5 ഇൻറ്റു ഈ റോയും കോളും സ്കിപ്പ് ചെയ്യുക, ഇതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ 5 ഇൻറ്റു 6 ഇൻറ്റു 9 മൈനസ് 6 ഇൻറ്റു 3 54 മൈനസ് 18, പിന്നെ മൈനസ് 2 ഇൻറ്റു പിന്നെ 3 ഇൻറ്റു 9 മൈനസ് 6 ഇൻറ്റു 3. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് 27 മൈനസ് 18 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 6 മൈനസ് 6 ഇൻറ്റു 6 18 മൈനസ് 36. ഓക്കെ, നമുക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 36 കിട്ടും. 27 മൈനസ് 18 9, 18 മൈനസ് 36 മൈനസ് 18. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 126 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ ഇതാണല്ലോ, ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കൂ, എക്സ് ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, എ എന്നുള്ള മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 6 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 20 അല്ലേ, 20. നമുക്ക് ട്രേസ് 20 ആണെന്ന് കിട്ടി. നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ എക്സ് ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് ഉള്ള സ്ഥലത്ത് 20 കൊടുക്കാം. ഓക്കെ, 20x² പ്ലസ് ഓക്കെ m11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ, ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് റോയിലെ എലമെന്റിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എലമെന്റ്. ഓക്കെ, ഈ റോയിലുള്ള റോയും കോളും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെട്രിക്സ് കിട്ടും, അതിന്റെ ഡിറ്റർമിനന്റ് ആണ് ആ എലമെന്റിന്റെ മൈനർ. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 9 മൈനസ് 6 ഇൻറ്റു 3 നമ്മൾ ഓൾറെഡി അത് ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് വാല്യൂസ് കിട്ടുന്നത്. 54 മൈനസ് 18 അത് 36 ആണ് നമുക്ക് കിട്ടുന്നത്. 36 പ്ലസ് നമുക്ക് m22 എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ 6ന്റെ മൈനർ. ഓക്കെ, അപ്പൊ ഈ എലമെന്റ് ഉള്ള റോയും കോളും സ്കിപ്പ് ചെയ്യാം. 5 ഇൻറ്റു 9 45 മൈനസ് 6 ഇൻറ്റു 2. ഓക്കെ, നമുക്ക് കിട്ടുന്നത് 45 എന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 33 കിട്ടും. ഓക്കെ, നമുക്ക് 33 കിട്ടും. 33 പ്ലസ് നെക്സ്റ്റ് m33 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 6 30 മൈനസ് 3 ഇൻറ്റു 2 6 നമുക്ക് 24 കിട്ടും. ഓക്കെ, 24 ഇൻറ്റു എക്സ് മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 126 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, നമ്മൾ എക്സ് ക്യൂബ് മൈനസ് 20x² പ്ലസ് ഈ എലമെന്റ്സ് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യാം. 36 33 24 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 60 90 93 93x മൈനസ് 126 ഈക്വൽ ടു 0. ഇനി നോക്കൂ, ഈ ഇക്വേഷനിൽ ഇവിടെ ഞാൻ എക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംഡ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ലാംഡ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാംഡ കയറി വരും. ഓക്കെ, ഞാനിവിടെ തൽക്കാലം എക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സ് വാല്യൂ അതായത് ലാംഡ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഇനി അതിലും ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇതിൽ ഏത് വാല്യൂസ് ആണ് ലാംഡ വാല്യൂസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യാം. ലാംഡക്ക് ഈ ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് ലാംഡ വാല്യൂ ആണോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായിരിക്കും ഒരു ഐഗൺ വാല്യൂ. ഓക്കെ, നിങ്ങളിവിടെ എക്സിന് പകരം ലാംഡ
ആലോചിച്ചാൽ മതി. ലാംഡ ക്യൂബ് മൈനസ് 20 ലാംഡ സ്ക്വയർ പ്ലസ് 93 ലാംഡ മൈനസ് 126 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഏത് ലാംഡ കൊടുക്കുമ്പോഴാണ് ഇക്വേഷൻ ശരിയാവുന്നത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇതിലെ ഫസ്റ്റ് വാല്യൂ ആയിട്ടുള്ള ലാംഡ ഈക്വൽ ടു 14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലാംഡക്ക് നമ്മൾ ഇവിടെ ഈ 3 പ്ലേസിൽ ലാംഡക്ക് 14 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷന്റെ വാല്യൂ 0 എന്ന് കിട്ടും. അപ്പൊ ലാംഡ ഈക്വൽ ടു 14 ആണ് നമ്മുടെ ഒരു ഐഗൺ വാല്യൂ. ഇതിന് 3 ഐഗൺ വാല്യൂ ഉണ്ടായിരിക്കും, കാരണം ഇത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. പക്ഷെ അതിൽ ഒരു ഐഗൺ വാല്യൂ ഏതായിരിക്കും? 14 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ബാക്കി ഒരു ഓപ്ഷനും എന്ത് ചെയ്യില്ല, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ലാംഡ ഈക്വൽ ടു 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, under which one of the following conditions does the system of equation have a unique solution? Okay, നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ഫോം എന്താണ്? ഇതാണ് നമ്മുടെ എ എന്നുള്ള മെട്രിക്സ്. ഓക്കെ, എ ഇൻറ്റു ഇതാണ് ഒരു കോളം മെട്രിക്സ്. അത് നമ്മൾ ഒരു എക്സ് എന്നുള്ള ഒരു വെക്ടർ ആയിട്ട് എടുക്കാം. എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇതൊരു ബി എന്നുള്ള കോളം മെട്രിക്സ് ആയിട്ട് എടുക്കാം. നമുക്കറിയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവാൻ ഇവിടെ എന്റെ വാല്യൂ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന് ഏത് കേസിലാണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എ എന്നുള്ള മെട്രിക്സ് ഇതാണ്. ഓക്കെ, നമുക്കറിയാം ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എ എന്നുള്ള മെട്രിക്സിന്റെ കൂടെ തന്നെ ബി എന്നുള്ള കോളം മെട്രിക്സിനെ കൂടി നമ്മൾ ചേർത്ത് വെക്കുക. ഈ മെട്രിക്സിനെ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? എ എന്നുള്ള മെട്രിക്സിന്റെ റാങ്കും എ ബി എന്നുള്ള മെട്രിക്സിന്റെ റാങ്കും എന്തിന് ഈക്വൽ ആയിരിക്കണം? അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതേപോലെ അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, അപ്പൊ എ എന്നുള്ള മെട്രിക്സിന്റെ റാങ്കും എ ബി എന്നുള്ള മെട്രിക്സിന്റെ റാങ്കും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയാലാണ് എന്ത് ഉണ്ടായിരിക്കാം? നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, നിങ്ങളിവിടെ നമുക്ക് ഓപ്ഷനിൽ നമ്മൾ പുട്ട് ചെയ്ത് നോക്കുക. നോക്കൂ, നമുക്ക് എ 8 തന്നിട്ടുണ്ട്, എ നോട്ട് 8 തന്നിട്ടുണ്ട്, എ ഇന്റിജേഴ്സ് തന്നിട്ടുണ്ട്, എ റിയൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എ 8 കൊടുത്താൽ അവിടെ എന്താ സംഭവിക്കുക? നിങ്ങൾ നോക്കൂ, എ നമ്മൾ ഇവിടെ 8 കൊടുത്തു കഴിഞ്ഞാൽ 8 മൈനസ് 4 എന്താ നമുക്ക് ഇവിടെ കിട്ടുക? ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 8 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 8 മൈനസ് 4 4 നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അതേപോലെ ഇവിടെയും നമ്മൾ 8 കൊടുത്ത, അതേപോലെ നമ്മൾ ഇവിടെ 8 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 കിട്ടും, ഇവിടെ നമുക്ക് 8 കിട്ടും. എക്ക് നമ്മൾ 8 കൊടുക്കുക. ഇപ്പൊ നോക്ക്, ഈ ഒരു മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് വൃത്തിയിൽ നമുക്ക് നോക്കാം വാല്യൂസ് എന്തായിരിക്കും വരുന്നതെന്നുള്ളത്. നമ്മൾ ജസ്റ്റ് 8 കൊടുത്തു സപ്പോസ്. അപ്പൊ ഇവിടെ 8 മൈനസ് 4 എ മൈനസ് 4 ആണ്. അപ്പൊ 8 കൊടുത്താൽ 8 മൈനസ് 4 നമുക്ക് ഇവിടെ 4 കിട്ടി. അതേപോലെ ഇവിടെ നമുക്ക് അതേപോലെ കിട്ടും, 4 കിട്ടും. അതുപോലെ ഇവിടെ എക്ക് നമ്മൾ 8 കൊടുക്കുക, അവിടെ 8 ആയി. നോക്കൂ, ഈ മെട്രിക്സിന്റെ 2 റോസ് ഒരേപോലെയാണ് അല്ലെ? ഓക്കെ, 1 2 4 1 2 4 എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താണ്? 3/3 ആയിട്ടുള്ള ഓർഡറുള്ള മെട്രിക്സ് ആണ്. അപ്പൊ 3നേക്കാട്ടിലും കുറവാണ് റാങ്ക്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി എന്താണ്? മെട്രിക്സിലെ ഏതെങ്കിലും 2 റോയോ കോളമോ ഒരേപോലെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഒക്കെ ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് റോയും തേർഡ് റോയും സെയിം ആണ്. അപ്പൊ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? 0 ആണ്. എന്ന് പറഞ്ഞാൽ റാങ്ക് കുറവാണ്. ഓക്കെ, റാങ്ക് കുറവാന്ന് പറഞ്ഞാൽ മീനിങ് ഇതിന്റെ റാങ്ക് എന്തില്ല? 3 ഇല്ല. ഇതേപോലെ നോക്കൂ, ഈ മെട്രിക്സ് നോക്കൂ, ഈ എ ബി എന്നുള്ള മെട്രിക്സ് ഇതിന്റെ ഓർഡർ എന്താണ്? 3/4 ആണ്. ഓക്കെ, 3 റോസും 4 കോളംസും ഉണ്ട്. പക്ഷെ അതിന്റെ റാങ്ക് നമ്മൾ മിനിമം ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ മെട്രിക്സിന്റെ റാങ്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ത്? അത് 3യോ ഒന്നുകിൽ 2ഓ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എന്താണ്? എന്റെ റാങ്കും എ ബിന്റെ റാങ്കും എന്നും ഈക്വൽ ആയിരിക്കണം. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് കോളംസ് ആണ്. ഇവിടെ 3 ഉണ്ട്. അപ്പൊ നമുക്ക് റാങ്ക് ഓഫ് എ എത്രയാണ് കിട്ടുന്നത്? നോക്കൂ, റാങ്ക് ഓഫ് എ 3 ഇല്ലാന്ന് മനസ്സിലായി, കാരണം ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. ഇനി റാങ്ക് 2 ആണോ നോക്കുക? 1 × 1 - 2 × 2. ഓക്കെ, നമ്മൾ ഈ ചെറിയ മെട്രിക്സ് എടുക്കുക.
ഓക്കെ, നമ്മൾ ഈ ചെറിയ മെട്രിക്സ് എടുക്കാം. ഇതിന്റെ ഡിറ്റർമിനന്റ് എത്ര വരുന്നത്? 1 - 4 എന്ന് പറഞ്ഞാൽ -3 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അപ്പൊ റാങ്ക് എന്താണ്? ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 2/2. അപ്പൊ എന്റെ റാങ്ക് എത്രയാണ്? എന്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ആണ്. എത്രയാണ്? അത് 3 ആണ്. ഇത് തന്നെ ഈക്വൽ ആയില്ല. ഓക്കെ, 2ഉം 3ഉം തന്നെ ഈക്വൽ അല്ല. പിന്നെ നമ്മൾ റാങ്ക് ഓഫ് എ ബി ഒന്നുകിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 3നേക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വാല്യൂ വന്നു കഴിഞ്ഞാലും ഇത് രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം ഓഫ് ഇക്വേഷന് യുണീക് സൊല്യൂഷൻ അല്ല. എന്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്ക് 8 കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ എക്ക് എന്ത് കൊടുക്കരുതെന്ന് കിട്ടി? 8 അല്ല. അപ്പൊ എ 8 അല്ലാത്ത ബാക്കി എന്ത് വാല്യൂസും കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് റിയൽ നമ്പർ കൊടുക്കാം, ഇൻഡിജേഴ്സ് കൊടുക്കാം, മൈനസോ പ്ലസോ ഉള്ള ഏത് വാല്യൂസും കൊടുക്കാം. ഏത് റിയൽ നമ്പർ 1/2, 1/3 അങ്ങനെ ഏത് നമ്പറും നമുക്ക് കൊടുക്കാം. റൂട്ട് കൊടുക്കാം, അങ്ങനെ ഏത് നമ്പറും കൊടുക്കാം. എന്ത് കൊടുക്കാൻ പാടില്ല? 8 കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എന്റെ വാല്യൂ എന്താവരുത്? 8 ആവരുത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു എ ബി സി ഡി ആൻഡ് എ പ്ലസ് ഡി ഈക്വൽ ടു 1 ഈക്വൽ ടു എ ഡി മൈനസ് ബി സി. ഓക്കെ, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എയും ഡിയും ആഡ് ചെയ്ത് നമുക്ക് 1 കിട്ടും. അതേപോലെ എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എന്താണ്? 1 ആണ്. ഓക്കെ, ദെൻ എ ക്യൂബ് ഈക്വൽസ്, ഇങ്ങനെയാണെങ്കിൽ എ ക്യൂബ് എന്നുള്ള മെട്രിക്സ് ഇതിൽ ഏതിന് ഈക്വൽ? 0 മെട്രിക്സ്, -i, 2i, i. ഇതിൽ ഏത് മെട്രിക്സിന് ഈക്വൽ ആയിരിക്കും എ ക്യൂബ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു ആൻസർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രിക്ക് ഞാൻ ഇവിടെ പറയാം. നമ്മൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലെ ഓപ്ഷൻസ് ഏതൊക്കെ ഓപ്ഷൻസ് തെറ്റുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി, റോങ് ആണെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോക്കൂ, ഞാൻ ഇവിടെ ഒരു 2/2 മെട്രിക്സ് എടുത്തു. എ പ്ലസ് ഡി 1 ആണോ നോക്കുക എന്ന് പറഞ്ഞാൽ എയും ഡിയും ആഡ് ചെയ്താൽ 1 കിട്ടും നോക്കാം. അപ്പൊ 3യും -2 ആഡ് ചെയ്താൽ എത്രയാ? 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, ട്രൂ ആണ്. അതുപോലെ എ ഡി മൈനസ് ബി സി 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 3 × -2 മൈനസ് 1 × -7 നോക്കൂ, ഇത് -6 + 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പൊ എ ഡി മൈനസ് ബി സി ചെയ്താൽ 1 ആണ്. അതേപോലെ എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 + -2 എത്രയാണ്? അതും 1 ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈ മെട്രിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മെട്രിക്സ് ആയിട്ട് എനെ ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൽ ഏതൊക്കെ കണ്ടീഷൻസ് തെറ്റുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എ ക്യൂബ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ മെട്രിക്സിന്റെ എ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, എ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം എ ഇൻറ്റു എ ആണല്ലോ. നമുക്ക് 3 - 7 1 - 2 × 3 - 7 1 - 2. ഓക്കെ, ഇവിടെ നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതേപോലെ എ ക്യൂബ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ ആണ്. എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടിയ മെട്രിക്സ് ഇൻറ്റു എ എന്നുള്ള മെട്രിക്സ് ഏതാണ്? 3 - 7 1 - 2. അപ്പൊ നിങ്ങൾ എ സ്ക്വയർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഇതിവിടെ ചെയ്യുന്നില്ല. നമുക്ക് ടൈം വീഡിയോസിന്റെ ലെങ്ത് കുറയ്ക്കേണ്ടത് കൊണ്ട് ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഈ മെട്രിക്സ് ആയിരിക്കും. അതേപോലെ എ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എ സ്ക്വയർ ഇൻറ്റു എ. ഓക്കെ, അപ്പൊ എ സ്ക്വയർ ഇൻറ്റു എ ചെയ്ത് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതായിരിക്കും. നോക്കൂ, ഈ മെട്രിക്സിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇത് നോക്കൂ, ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിൽ -1 കയറി വന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ -i എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ എ ക്യൂബ് ഈക്വൽ ടു -i എന്നാ കിട്ടിയത് അല്ലെ? എ ക്യൂബ് ഈക്വൽ ടു നമുക്ക് -i നമുക്ക് കിട്ടി. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എ ക്യൂബ് എന്തിന് ഈക്വൽ ആണെന്നാ? 0 മെട്രിക്സ് അല്ല നമുക്ക് കിട്ടിയത്. -2i എന്നുള്ള മെട്രിക്സ് അല്ല കിട്ടിയത്, i എന്നുള്ള മെട്രിക്സ് അല്ല കിട്ടിയത്. നമുക്ക് എന്താ കിട്ടിയത്? -i എന്നുള്ള മെട്രിക്സ് ആണ് കിട്ടിയത് എ ക്യൂബ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് നിങ്ങൾ മേ ബി നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഇതിന് ആൻസർ കിട്ടണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളെ എന്താണോ ചോദിച്ചിട്ടുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് റോങ് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dimension of the vector space of all real numbers are over the field of rational numbers. എന്ന് പറഞ്ഞാൽ R over Q എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടുത്തെ വെക്ടർ സ്പേസ് ഏതാണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടുത്തെ ഫീൽഡ് ഏതാണ്?
റാഷണൽ നമ്പേഴ്സ് ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ R/Q എന്നുള്ള വെക്റ്റർ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ബേസിസ്. ബേസിസിലെ ഓക്കെ R എന്നുള്ള വെക്റ്റർ സ്പേസിന്റെ ബേസിസിലെ നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമെൻഷൻ. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കുക R/Qന്റെ ഡയമെൻഷൻ എന്താണ്? ഇൻഫിനിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ R/Qന്റെ ബേസിസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഡയമെൻഷൻ ഓഫ് ദി സബ്സ്പേസ് x1, x2, x3, x4, x5 such that 3x1 minus x2 plus x3 equal to 0 of R5. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെക്റ്റർ സ്പേസ് ഏതാണ്? R5 ആണ്. ഓക്കെ, R5ന്റെ ഒരു സബ് സ്പേസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് R5ൽ 5 ടപ്പിൾസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സബ് സ്പേസിൽ ഈ R5ന്റെ ഈ സബ് സ്പേസിലുള്ളത് 5 ടപ്പിൾസ് ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഏതാണ്? ഇതിലുള്ള 3x1 മൈനസ് x2 പ്ലസ് x3 ആഡ് നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. ഓക്കെ, അത്തരത്തിലുള്ള ഈ 5 ടപ്പിൾസിന്റെ കളക്ഷൻ ആണ് നമ്മുടെ R5ന്റെ ഈ സബ് സ്പേസ്. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ, ഈ സബ് സ്പേസിന്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മീനിങ് എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇവിടെ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. നമ്മൾ ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നത് 3x1 മൈനസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0 എന്നാണല്ലോ. നമ്മൾ 3x1 ഈക്വൽ ടു നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ഈക്വൽ ടു എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി ഇതിനെ. ഞാൻ എന്ത് ചെയ്തു? 3x1 ഈക്വൽ ടു ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി നമുക്ക് എന്താ കിട്ടുക? x2 മൈനസ് x3 എന്ന് കിട്ടി. ഓക്കെ, നോക്കൂ, 3x1 ആണെങ്കിൽ x1 ഈക്വൽ ടു എന്താ കിട്ടുക? 1/3 x2 മൈനസ് x3 എന്നല്ല കിട്ടുക. ഓക്കെ, അപ്പോൾ x1 ഈക്വൽ ടു 1/3 ഇൻറ്റു x2 മൈനസ് x3. ഇനി നോക്കൂ, ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരു 5 ടപ്പിൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതിൽ x1 എന്നുള്ള ഫസ്റ്റ് എലമെന്റ് ഏത് ഫോമിലായിരിക്കണം? അത് x2ന്റെ x3ന്റെയും കോമ്പിനേഷന്റെ രൂപത്തിലായിരിക്കണം. ഏത് കോമ്പിനേഷൻ ആണ്? 1/3 ഇൻറ്റു x2 മൈനസ് x3. അതായത് x2ന്ന് x3 കുറച്ചിട്ട് 1/3നോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ ഇവിടുത്തെ x1 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഒരു 5 ടപ്പിൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് ഫോമിലാണ് കിട്ടുന്നത് നോക്കാം. x1, x2, x3, x4, x5 ഈക്വൽ ടു. ഓക്കെ, ഒരു 5 ടപ്പിൾ ഞാൻ ഇവിടെ എഴുതി. നമുക്ക് x1 എന്തായിരിക്കണം? 1/3 x2 മൈനസ് x3ന്റെ ഫോമിലായിരിക്കണം. ഓക്കെ, അപ്പോൾ x1 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, നമുക്ക് x1 x2ന്റെ x3ന്റെ ഫോമില. പിന്നെ നമുക്ക് അടുത്ത എലമെന്റ് x2 ഏത് രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടില്ല. x2ഉം x3 ഏത് രൂപത്തിലും ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? x2 എഴുതി, x3 എഴുതി, പിന്നെ x4ഉം x5ഉം ഈ ഇക്വേഷനിൽ വരുന്നേ അല്ല. ഓക്കെ, നമുക്ക് x4ഉം x5ഉം എന്ത് വാല്യൂസും കൊടുക്കുക എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, x4ഉം x5ഉം എഴുതി. നോക്കൂ, ഇതൊരു ഈ സബ് സ്പേസിലുള്ള 5 ടപ്പിൾസിന്റെ ഫോം ഏത് ഫോമിലായിരിക്കും? ഈ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നോക്കൂ, ഇവിടെ എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്? ഇവിടെ x2 x3 എന്നുള്ളത് നമുക്ക് 2 വേരിയബിൾ ആണ് അല്ലെ. x2 x3 2 വേരിയബിൾ ആണ്. അതേ x2 x3 തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ 2 ആയിട്ട് കൗണ്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ 2 വേരിയബിൾ ഉണ്ട്. പിന്നെ x4 x5 എന്താണ്? 2 വേരിയബിൾ ആണ്. അപ്പൊ ടോട്ടൽ 2 + 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അവിടെ ഉണ്ട്. നോക്കൂ, ഇതിൽ x1 ഇല്ലേ ഇല്ല. ഇപ്പൊ 5 ടപ്പിൾസിലെ x1ന്റെ കോമ്പിനേഷൻ അവിടെ വരുന്നില്ല. x2 x3 x4 x5. ഓക്കെ, കാരണം x1 ഏത് ഫോമിലാണുള്ളത്? x2ന്റെ x3ന്റെ കോമ്പിനേഷന്റെ രൂപത്തിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് 4 വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എത്രയാണ്? 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let t from R2 to R2 be a map defined by t of x, y equal to x plus y, x minus y. അപ്പോൾ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാപ്പ്, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, R2 നിന്ന് R2ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് t of x y equal to x plus y, x minus y. ഓക്കെ, which of the following statement is correct? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നള്ളിറ്റി ഓഫ് t is 0. ടിയുടെ നള്ളിറ്റി എന്താണ്? 0 ആണ്. എന്താണ് ടിയുടെ നള്ളിറ്റി എന്ന് പറഞ്ഞാൽ? നൾ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? നള്ളിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് നൾ സ്പേസ്? നമുക്ക് നൾ സ്പേസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ആണ്. ഓക്കെ, നമുക്കതിന് വെക്ടേഴ്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് R2 നിന്ന് R2ലേക്കല്ലേ നമ്മൾ ട്രാൻസ്ഫോർമേഷന്
ഓക്കെ, ഇതാണ് R2 എന്ന് വിചാരിക്കുക. R2 ന്ന് R2ലേക്കാണ് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഒരു മാപ്പ് ഉള്ളത്. ഓക്കെ, ഇനി നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 വെക്ടർ ഇവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, നമ്മൾ R2 എന്നുള്ളത് എന്താണ്, ഒരു വെക്ടർ സ്പേസ് ആണ്. അതിൽ എന്തുണ്ടായിരിക്കും, 0 0 എന്നുള്ള എലമെന്റ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ 0 വെക്ടർ ഉണ്ട്. ഇവിടുത്തെ ഏതൊക്കെ വെക്ടേഴ്സ് ആണോ ഇവിടുത്തെ 0ലേക്ക് മാപ്പ് ചെയ്യുന്നത്, ഈ വെക്ടേഴ്സിന്റെ കളക്ഷൻ നമ്മൾ എന്ത് പറയുന്നത്, നൾ സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ മാപ്പിന്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മളെ ഡൊമൈനിന്റെ സബ്സെറ്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്, ഇവിടുത്തെ ഏതൊക്കെ വെക്ടേഴ്സ് ആണോ ഇവിടുത്തെ 0 വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ ഇവിടെയുള്ള വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ് എന്ത്, നൾ സ്പേസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മളെ ഡൊമൈൻ എന്താണ്, R2 ആണ്. അപ്പൊ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, x, y. ഓക്കെ, R2 എലമെന്റ്സ് x, y അല്ലേ, such that t of x, y എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, അതായത് x, y ന് 0ലേക്ക് അല്ലെങ്കിൽ 0 0ലേക്ക് മാപ്പ് ചെയ്യുന്ന xy കൾ ഏതൊക്കെയാണോ ആ xy കളുടെ കളക്ഷൻ ആണ് എന്ത്, ടിയുടെ നൾ സ്പേസ്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു നോക്കിയാൽ മതി നൾ സ്പേസ് കിട്ടാൻ, t of xy equal to 0 0 അല്ലെങ്കിൽ 0 എന്ന് കൊടുത്തു നോക്കാം. നമുക്കിവിടെ t of xy തന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് 0 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ നൾ സ്പേസ് കിട്ടി. ഓക്കെ, അപ്പൊ നോക്കൂ, t of x, y equal to 0 0 implies t of x, y എന്ന് പറഞ്ഞാൽ എന്താണ്, x plus y, x minus y, x plus y, x minus y equal to 0 0. ഓക്കെ, നോക്കൂ, ഇതിന്ന് x plus y equal to 0 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ x minus y equal to 0 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x plus x എന്താ കിട്ടുക, 2x. ഓക്കെ, y plus minus y 0 ആയി പോകും, which is equal to 0 plus 0 0. അപ്പോൾ 2x equal to 0 means x equal to എന്താണ്, 0. x equal to 0 എന്നുള്ളത് ഇതിൽ ഏത് ഇക്വേഷനിൽ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും, y equal to 0 എന്നും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x ഉം y ഉം 0 ആണ്. എന്ന് പറഞ്ഞാൽ t of xy equal to 0 0 ആവണമെങ്കിൽ x ഉം y എന്തായിരിക്കണം, 0 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മീനിങ് ഇവിടെയുള്ള x ഉം 0 ആയിരിക്കണം, y ഉം 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ x, y എന്നുള്ള എലമെന്റ് ഏതാണ്, 0 0 എന്നുള്ള എലമെന്റ് ആണ്. ഈ 0 0നെയാണ് ഇവിടെയുള്ള 0 0ലേക്ക് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നൾ സ്പേസിലെ എലമെന്റ് ആര് മാത്രമേ ഉള്ളൂ, 0 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ t of 0 0 കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ഇവിടെ കിട്ടുള്ളൂ, 0 0 കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ നൾ സ്പേസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ നൾ സ്പേസ് ഓഫ് ടിനെ, ടി എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്, 0 വെക്ടർ മാത്രമാണ്. ഓക്കെ, അപ്പൊ നൾ സ്പേസ് ഉള്ള 0 വെക്ടർ ആണ്. 0 വെക്ടറിന്റെ ഈ സ്പേസിന്റെ ഡയമെൻഷൻ 0 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നൾ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് എന്ത്, നള്ളിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നൾ സ്പേസ്, ഇതിന്റെ ഡയമെൻഷൻ ആണ് എന്ത്, നള്ളിറ്റി. അപ്പൊ അവിടുത്തെ നള്ളിറ്റി എത്രയായിരിക്കും, ഇതിന്റെ ഡയമെൻഷൻ എത്രയാണ്, 0 സ്പേസ് ആണ്, 0 സ്പേസിന്റെ ഡയമെൻഷൻ 0 ആണ്, അപ്പൊ നള്ളിറ്റി 0 ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ ട്രൂ ആണോ നോക്കുക, നള്ളിറ്റി ഓഫ് ടി 0. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ടി ഈസ് നോട്ട് ലീനിയർ. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഇത് ലീനിയർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ലീനിയർ ആണെന്ന് പറയും. ഓക്കെ, ഇത് ലീനിയർ ആണ്, ഇത് ലീനിയർ അല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്, ഇത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്. അതേപോലെ ടി ഈസ് ലീനിയർ എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത് നോക്കുക, ഇറ്റ്സ് കേർണൽ ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. കേർണൽ എന്ന് പറഞ്ഞാൽ തന്നെയാണ്, നിങ്ങൾ ഓർത്തിരിക്കുക, കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നൾ സ്പേസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കേർണലിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടത്. പക്ഷെ നമുക്കറിയാം കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നൾ സ്പേസ് ആണ്. നൾ സ്പേസിൽ ആര് മാത്രമേ ഉള്ളൂ, ഒറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് തെറ്റി. ഓക്കെ, അതേപോലെ ദി കേർണൽ ഓഫ് ടി കൺസിസ്റ്റ് ഓൺലി 2 elements ഓഫ് R2. R2ന്റെ 2 elements കേർണൽ ഉണ്ട്. നമുക്കറിയാം ഒറ്റ എലമെന്റേ ഉള്ളൂ, 0 0. ഓക്കെ, അപ്പൊ 0 0 എന്നുള്ള ഒറ്റ വെക്ടർ മാത്രമേ ഉള്ളൂ, 2 elements ഇല്ല, 2 വെക്ടർ ഇല്ല. ഓക്കെ, അപ്പൊ ഇതും തെറ്റാണ്. നമ്മുടെ ആൻസർ ഏതാണ്, ടിയുടെ നള്ളിറ്റി 0 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് v equal to x1, x2, etc. x100 belongs to R100 such that x1 equal to 2, x2 equal to 3, x3 and x51 minus x52 minus etc. minus
x100 equal to 0. Okay. Then dimension of V is, നമുക്കൊരു വെക്റ്റർ സ്പേസ് തന്നിട്ടുണ്ട്. ഓക്കെ, V equal to ഒരു സെറ്റ് ആണ്, അതായത് R100ന്റെ ഒരു സബ് സ്പേസ് ആണ് ഈ V. ഓക്കെ, നമ്മൾ R100 എന്ന് പറഞ്ഞാൽ R ക്രോസ് എക്സെട്ര ക്രോസ് R, അതായത് 100 ടൈംസ് നമ്മൾ R നെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, ആ R100ന്റെ ഒരു സബ് സ്പേസ് ആണ് എന്ത് V. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് R100ല് കുറെ വെക്ടേഴ്സ് ഇതിൽ വരും. കണ്ടീഷൻ എന്താണ്? x1 equal to 2x2 equal to 3x3 ആയിരിക്കണം. അതേപോലെ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അത്തരം വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ് ഈ V. ഓക്കെ, ഇതിന് ഡയമെൻഷൻ എന്താണെന്നാണ് ചോദ്യം. നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ 100 ടപ്പിളിനെ നിങ്ങൾക്ക് പിന്നെ ഏറ്റവും മിനിമം രീതിയിൽ, ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഡിഫറെന്റ് വേരിയബിൾസിന്റെ കളക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് വേരിയബിൾസിന്റെ ഒരു സെറ്റ്, ഒരു ടപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഡയമെൻഷൻ നോക്കണമെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ്, എത്ര നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വേരിയബിൾസ് ആയിരിക്കും എന്ത്, നിങ്ങൾ ഓർത്തിരിക്കുക, ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു 100 ടപ്പിൾ നമുക്ക് എഴുതാം. ഓക്കെ, x1 x2 x3 x4 എക്സെട്ര. പിന്നെ എന്തുണ്ട്, നമുക്ക് x51 ഒക്കെ ഉണ്ടല്ലോ, x50, ഓക്കെ, x51 എക്സെട്ര x100. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, ഒരു 100 ടപ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, x1 x2 എക്സെട്ര x50 എക്സെട്ര x51 എക്സെട്ര x100. ഓക്കെ, ഇവിടെ നോക്കൂ, എനിക്ക് ഈ ടപ്പിളിലെ x1ന് എന്ത് കൊടുക്കാം, 2x2 എന്ന് കൊടുത്തൂടെ, കാരണം x1 equal to 2x2 ആണ്. അപ്പൊ x1ന് പകരം ഞാൻ എന്ത് ചെയ്തു, 2x2 കൊടുത്തു. എന്ന് പറഞ്ഞാൽ മീനിങ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് x1 equal to 2x2 equal to 3x3 എന്നുണ്ട്. അതിനെല്ലാം കൂടെ ഒരു വേരിയബിളിന്റെ ഫോമിലേക്ക് എഴുതുക. അപ്പൊ ഞാൻ x1ന് എന്ത് ചെയ്തു, 2x2ന്റെ ഫോമിലേക്ക് എഴുതി. ഓക്കെ, ഇനി നോക്കൂ, x2ന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ x2 എന്ന് തന്നെ എഴുതി. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 3 വേരിയബിളിനെയും കൂടി ഞാൻ ഒറ്റ വേരിയബിളിലെ ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, നോക്കൂ, x1ന് പകരം 2x2 കൊടുത്തു, x2ന് ഞാൻ x2 എന്ന് തന്നെ എഴുതി. ഓക്കെ, നോക്കൂ, ഇവിടുന്ന് x3, നമുക്ക് ഇവിടെ ഒരു x3 എഴുതണമല്ലോ. x3ക്ക് നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ, 2x2 equal to 3x3 അല്ലേ. ഓക്കെ, 2x2 equal to 3x3 ആണല്ലോ. അപ്പൊ x3 equal to, ഓക്കെ, ഈ 3നെ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 2/3x2 എന്ന് കിട്ടും. അപ്പൊ x3ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 2/3x2, 2/3x2 കോമ. ഇപ്പൊ നോക്കൂ, ഇത് x2 ആണ്, ഇത് x2 ആണ്, x2 ആണ്, 3 വേരിയബിളും x2ന്റെ ടേമിലേക്ക് വന്നു. ഓക്കെ, പിന്നെ x4ന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല, x4 x5 ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് x4 x5 എക്സെട്ര ഇതിനൊക്കെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കൂ, എക്സെട്ര, പിന്നെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നോക്കൂ, x51 മൈനസ് എക്സെട്ര മൈനസ് x100 equal to 0. ഞാൻ ഈ ഇക്വേഷനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, x51 equal to, ഓക്കെ, ഈ മൈനസ് ഉള്ള x52 മുതലുള്ള എല്ലാ ടേംസിനെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, x52 പ്ലസ് x53 പ്ലസ് എക്സെട്ര പ്ലസ് x100 എന്നാണ് എനിക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ x51നെ ഞാൻ എങ്ങനെ എഴുതി, ഈ ഫോമിൽ എഴുതാം എനിക്ക്. ഓക്കെ, അപ്പോ എക്സെട്ര x50 എന്നുള്ള എലമെന്റ് ഇവിടെ ഉണ്ടാവും, കാരണം x50ന്റെ കാര്യം ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ x50 എന്നുള്ള വേരിയബിൾ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കൂ, ഇനി x50 കഴിഞ്ഞാൽ അടുത്ത വേരിയബിൾ ഏതാണ്, x51. അപ്പൊ x51ന് എനിക്ക് ഈ രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, x51 ഇവിടെ ഉണ്ടായിരിക്കും, ആ പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇവിടെ കൊണ്ടുപോയി എഴുതാൻ പോവാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, x51ന് പകരം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരൊറ്റ എലമെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത് x51ന് പകരമുള്ള ആ ഒരു നമ്പറാണ്. ഓക്കെ, ഇനി നോക്കൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്, x52 ഉണ്ട്, പിന്നെ ബാക്കിയുള്ള എലമെന്റ്സിനൊക്കെ ഞാൻ എന്ത് ചെയ്തു, x52 x53 എക്സെട്ര ആ രൂപത്തിൽ എഴുതി. ഓക്കെ, x50 കഴിഞ്ഞു, x51 കഴിഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ളത് x52 x53 എക്സെട്ര x100 വരെയുള്ളത് ഞാൻ അതേപോലെ എഴുതി. ഇപ്പൊ നോക്കൂ, ഇത് നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള 100 ടപ്പിളിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു 100 ടപ്പിൾ ആണ്. നോക്കൂ, ഇവിടെ എത്ര നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വേരിയബിൾസ് ഉണ്ട്,
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എത്ര നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വേരിയബിൾസ് ഉണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കൂ, ഇത് ആദ്യത്തെ 3 എണ്ണവും x2 ആണ്. അപ്പോൾ അവിടെ x2 എന്നുള്ള ഒറ്റ വേരിയബിൾ ആണുള്ളത്. ഓക്കെ, ഇവിടെ നോക്കൂ, x4 മുതൽ x50 വരെ. ഓക്കെ, നമുക്ക് 1 മുതൽ 50 വരെ 50. അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ട്? ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പൊസിഷൻ പോയി, 2 എണ്ണം പോയി, 3 എണ്ണം പോയി. ഓക്കെ, 3 പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 47 എണ്ണം ഉണ്ട് ഇത്. ഓക്കെ, x4 മുതൽ x50 വരെ 47 വേരിയബിൾസ് ഉണ്ട്. x4, x5, എക്സെട്ര x50 വരെ 47 ഡിസ്റ്റിങ്ക്റ്റ് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, നോക്കൂ, ഇതില് x52, x53, എക്സെട്ര x100 വരെ എത്ര വേരിയബിൾസ് ഉണ്ട്? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. x52 ഇവിടെ ഉണ്ട്, x53 ഉണ്ട്, എക്സെട്ര x100 ഉണ്ട്. ഇതൊറ്റ എലമെന്റ് ആണ്. അതേപോലെ ഇവിടെ x52 ഉണ്ട്, x53 ഉണ്ട്, എക്സെട്ര x100 ഉണ്ട്. ഇവിടെയുള്ള എലമെന്റ്സ് ഒരേപോലെയാണ്. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ മതി. ഇത് എത്ര വേരിയബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര വേരിയബിൾസ് ഉണ്ട്? നിങ്ങൾ നോക്കൂ, പിന്നെ x51 മുതൽ 100 വരെ 50 ഉണ്ട്, x52 മുതൽ x100 വരെ. അപ്പൊ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 49. അതേ 49 വേരിയബിൾസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് 2 തവണ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം x52 മുതൽ x100 വരെയുള്ള വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നോക്കൂ, 49ഉം 1ഉം 50, 50ഉം 47ഉം 97. 97 ആണെന്ത്? 97 ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഓഫ് വേരിയബിൾസ് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. അപ്പൊ ഇതാണ് എന്ത്? വിന്റെ ഡയമെൻഷൻ. അപ്പൊ നിങ്ങൾ ഈ രൂപത്തിൽ ഇതിനെ മാറ്റി എഴുതാൻ പറ്റുമോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇക്വേഷൻസിനെ വേരിയബിൾസിന്റെ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പഠിക്കുക. ഓക്കെ.